സർവേശ്വരനായ എൻ്റെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിശുഭൂതിയെ നമിച്ചുകൊണ്ട് വേദിയിലും സഹസ്രിക്കുന്ന ആത്മബന്ധുക്കൾ, നമ്മൾ ഈ സത്സംഗത്തിൽ ഇപ്പോൾ പലരും പറയാറുണ്ട് എന്നോട്, സ്വാമി സംസാരിച്ചാൽ പോരെ. അങ്ങനെയല്ല. ഇപ്പോൾ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ എത്ര പേരുടെ അറിവാണ് ഇപ്പോൾ ഇവിടെ പുറത്തു വന്നത്. ഇതെല്ലാം നമ്മൾ നമ്മുടെ ജീവനിൽ കുറിച്ചിടും. ഇവിടെ എന്നെ കുരുക്കിയത് ഈ ഗുരുമഹിമക്കാരാണ്. ഇത് ഒരു തലവേദന പിടിച്ച ചോദ്യമാണ്. ശാന്തിഗിരി ആശ്രമത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഇതുപോലത്തെ കുറേ കാര്യങ്ങളാണ്. എസ് പി ആയ എന്താണ് തൊടാൻ പാടാത്തത്, മരിച്ച വീട്ടിൽ വന്ന എന്താണ് കുളിക്കുന്നത്, മറഡോണ പെലെ അല്ലേ, പെലെ എത്ര ദിവസമാണോ? 15 ദിവസമോ അല്ലേ? 14ആണ്. ഓക്കെ, ഗുഡ്. ഇങ്ങനെ 100 പ്രശ്നങ്ങൾ നമ്മുടെ ഇവിടെ. മാഷ് പറഞ്ഞ പ്രശ്നമാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ ഒരു മലയാളി ഹിന്ദി സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും അല്ലേ? ഒരു മലയാളിയോട് ഒരാൾ ചോദിക്കണം തുമാരാ നാം ക്യാ ഹേ ചോദിച്ചാൽ എന്താ നമ്മൾ പറയുക? എങ്ങനെ പറയുക? എൻ്റെ ഉള്ളിലൊരു പ്രക്രിയ നടക്കുന്നുണ്ട്, അറിയോ? നിങ്ങൾ അറിയാതെ അതിന് ഞാൻ ആദ്യം മലയാളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ചോദിച്ചത് എന്താണ്? എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ ഹാ ഹൂ എന്നൊക്കെ ചേർത്ത് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇതേ പ്രശ്നം ശാന്തിഗിരിയിലുണ്ട്. ഗുരു ഒരു കാര്യം പറഞ്ഞു, അപ്പം ഞാൻ എൻ്റെ മതത്തിനെടുത്ത് അവിടെ വയ്ക്കും. ഫസ്റ്റ് എൻ്റെ മതത്തിൽ ഇതെന്താണ് ഇതിൽ പറഞ്ഞിരിക്കും. അവിടെ എന്തുണ്ട്? പെലയുണ്ട്, മറഡോണയൊക്കെ ഉണ്ട് അല്ലേ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മുഹമ്മദിൻ്റെ എവിടെയോ ഉണ്ടോ? ഇല്ല. യേശുവിൻ്റെ എവിടെ ഉണ്ടോ? ഇല്ല. ബുദ്ധൻ്റെ എവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെയാണ് ആ കുട്ടി ചോദിക്കാനുള്ള കാരണം. ആ കുട്ടിയുടെ പേര് ഗുരുദീപ്തി എന്നതിന് പകരം വേറെ ജാക്കുലിനോ അല്ലേ? അല്ലെങ്കിൽ ഒരു മുസ്ലിം പേരാണെങ്കിൽ ആ ചോദ്യം വരില്ല. എന്താ കാരണം? അവിടെ ഈ കൺവേർഷൻ്റെ പ്രശ്നം വരുന്നത്. ഇതേ ചോദ്യം എനിക്ക് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് ഗുരുവിനോട്. പ്രശ്നം എങ്ങനെയായിരുന്നു ഞാൻ ഞങ്ങൾ ഈ 3-ാം തീയതി പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഈ പ്രാർത്ഥന ഗ്യാങ് എന്ന് പറയുന്നത് എപ്പോഴും ഒന്നിച്ചു പോകാൻ ഗുരു പറയും. അപ്പോൾ ഇവിടെ കോഴിക്കോട് അങ്ങനെ ആണോ എനിക്കറിയാം, നമ്മൾ കുറച്ച് ഒന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ പലവരും രഹസ്യമായിട്ടേ പോവാറ്. 19-ാം തീയതി പ്രാർത്ഥനയ്ക്ക് ഒന്നിച്ചു പോവില്ല. സുരേട്ടൻ എന്ത് ചെയ്യും പറഞ്ഞാൽ ഇപ്പുറത്ത് കൂടെ പോവും, രാമകൃഷ്ണേട്ടൻ അപ്പുറത്ത് കൂടെ പോകും. കാരണം കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതുകൊണ്ട് ഇവരുടെ കൂടെ പോയാൽ ശരിയാവില്ല. അങ്ങനെയല്ല പോകണം. ഗുരു എപ്പോഴും പറയുന്നത് നമ്മൾ ഒന്നിച്ച് ഒരു ജില്ലയുടെ കർമ്മഗതി മാറാനും അതിൻ്റെ ധർമ്മം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഒന്നിച്ചു വരണം. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ എൻ്റെ രോഗം വരെ മാറുമെന്നാണ് ഗുരു പറയുന്നത്. ഗുരു ഇങ്ങനെ വിഷമിച്ച് കിടക്കുമ്പോൾ ചിലപ്പോൾ പറയും ഇങ്ങനെ അതാ പാലക്കാടുകാർ വന്നിട്ടുണ്ട്, കോഴിക്കോടുകാരൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഗുരു പറയും അവരെ മാത്രം വിളിക്കുക പറയും. ഒരു ഭയങ്കര തമാശയായിരിക്കും. കോടന്മാർ പോയപ്പോൾ കാടന്മാർ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തമാശയോട് സംസാരിക്കും. അതിന് കാരണം നമ്മുടെ ഒരു കൂട്ടായ രീതിയിൽ നമ്മുടെ പിതൃക്കൾ ഒന്നിച്ച് ഒന്നിച്ച് ഒരു സ്ഥലത്ത് വരുമ്പോൾ ഗുരുവിനുണ്ടാകുന്നൊരു സന്തോഷം. അപ്പോൾ നമുക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ ഒരു പേപ്പറിൽ എഴുതിയെടുക്കും അല്ലേ? കേളേട്ടന് ചോദിക്കാനുള്ളത്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുരളി മാഷിന് ചോദിക്കാനുള്ളതൊക്കെ നമ്മൾ എഴുതിയെടുത്തിട്ട് ആദ്യം തന്നെ ആരെ കൊടുക്കും? അവിടെ നിൽക്കുന്ന സ്വാമിമാരെ കൊടുത്താൽ അത് ശിഷ്യപത്രത്തിൽ ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചെല്ലാം റെഡിയാക്കി വെക്കും. നമ്മൾ പോകുമ്പോൾ ഗുരു ഓരോന്നോരോന്നായി മറുപടി പറയും. പക്ഷേ എന്താണ്, മറ്റുള്ളവരിത് കേൾക്കുന്നുള്ളൊരു വിഷമമുള്ളതുകൊണ്ട് എൻ്റെ ചില രഹസ്യങ്ങൾ മറ്റുള്ളവരറിയും. ഒരു പുണ്ണാക്കൂല രഹസ്യം വെറുതെയാണ്. കുട്ടി എന്താ ക്ലാസ് എടുക്കണോ, ആ സ്ഥലം കൊടുക്കണോ, അതാണോ, ഇങ്ങനത്തെ കാര്യങ്ങളല്ല. ആത്മീയമായ ചോദ്യങ്ങൾ നമുക്കില്ലല്ലോ. അപ്പോൾ ഇതുപോലൊരു ചോദ്യം അവിടെ ഉണ്ടായി. ചോദ്യം ഇതാണ്, അവിടെ ഒരു മരം വെട്ടുന്ന വേലായുധനുണ്ട്. അയാൾക്ക് എഴുത്തും വായന അറിയില്ല. അപ്പോൾ അവരുടെ ദേശത്ത് മരണം നടന്നു കഴിഞ്ഞാൽ ആ ദേശത്തിൻ്റെ മരണം നടത്താൻ വേണ്ടിയുള്ള ഗ്രൂപ്പുണ്ട്. അതിനെന്താ ഇവിടെ പറയുക? അവിടെ കണങ്ങന്മാരെന്താ വിളിക്കുക. ഈ മരണം നടന്നു കഴിഞ്ഞാൽ ഇവരാ വരിക. ചെതവരിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഇവരാണ്. ഇവർക്കൊരു തുകയുണ്ട്. 4 പറ അരി, 2 മുണ്ട്, 2 തോർത്ത് എന്നൊക്കെ കണക്കുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ദാസട്ടാ നമുക്ക് ഈ മരം വെട്ടൽ എന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ ദേശത്തിൽ, എനിക്കത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഈ കാര്യം നമ്മൾ ഗുരുവിനോട് ചോദിച്ചു. ഗുരു ഇങ്ങനെ കിടന്ന് അവിടെ നിന്ന് എണീച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ ഇതിൽ നിന്ന് സത്ത് പോയാൽ ചത്തുപോയി. ഈ സത്ത് എങ്ങനെ നിൽക്കുന്ന നിനക്ക് അറിയോ ചോദിച്ചു.
5 കോശങ്ങളുടെ ബലത്തിലാണ് ജീവൻ്റെ പ്രവർത്തനം. അതിൽ ഏറ്റവും പ്രധാനമായത് അന്നമയ കോശമാണ്. അല്ലേ? നമ്മുടെ സെല്ലെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അന്നമയ കോശത്തിലാണ്. അത് അന്നം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ? അന്നത്തിന് വളരണമെങ്കിൽ പ്രാണൻ വേണം. പ്രാണമയ കോശം ഗുരു പറയണം. അത് പ്രാണൻ കൊടുക്കുമ്പോഴാണ് അന്നം വളരുക. അപ്പം ഈ അന്നവും പ്രാണനും കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? മനോമയം ഉണ്ടാവുക, മനസ്സ് വളരുക. അപ്പോൾ അവരുടെ ചിന്തയൊക്കെ അവിടെയാണ് അത് വളരുന്നത്. അല്ലേ? മനോമയ കോശത്തിൽ നിന്ന് മനസ്സിനെ ഗുരു പറയണത് വളർത്തിയെടുക്കണം. അപ്പോൾ വിജ്ഞാനമുണ്ടാവും, നോളജ്, ബ്രെയിൻ വളരും, വിജ്ഞാനമയ കോശം വരും. അതിൽ നിന്ന് അടുത്തുണ്ടാവും ആനന്ദമാണ്, ആനന്ദമയ കോശം ഉണ്ടാവും. ഇതിൽ 2 കോശം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ശരീരം വിടും. എന്താണ് ഗുരു പറഞ്ഞത്? ഇത് അനേക തരത്തിലുള്ള പരിണാമത്തിലൂടെയാണ് ജീവൻ പതുക്കെ 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 വളരുള്ളൂ. പെട്ടെന്നൊരു രാവിലെ ഇത് വളരുന്നു നിങ്ങൾ വിചാരിക്കരുത്. ഇത് ഒരു ഊർജത്തിൻ്റെ പരിണാമത്തിൽ വരുന്നതാണ്. അപ്പോൾ ഒരു അമ്മയുടെയും അച്ഛൻ്റെയും ഊർജത്തിൽ നിന്നാണ് നിൻ്റെ ഊർജം ഉണ്ടാവുക. അപ്പോൾ ഗുരു പറയണത് ഈ ശരീരം വിടുന്ന ഈ ജീവൻ്റെ ഈ 2 കോശങ്ങൾ മാറുമ്പോൾ ജീവൻ ശരീരം വിടുന്നതിന് നിങ്ങൾ എന്ത് വിളിക്കുന്നു? മരണം എന്ന് വിളിക്കും. അല്ലേ? നമ്മളെല്ലാവരും വിളിക്കുന്നത് മരണം സംഭവിച്ചു. യഥാർത്ഥമായി അവിടെ മരണം സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശരീരം അനങ്ങാൻ പാടില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ കാണാം നമ്മുടെ ശരീരം എന്താവും? തുടങ്ങും പൊട്ടാൻ. അപ്പോൾ അവിടെ ജീവനില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അത് മറ്റൊരു തലത്തിൽ അത് പ്രവർത്തിക്കണ്ടേ ശരീരത്തിൽ. അവിടെ ഇരിക്കട്ടെ, ഗുരു പറഞ്ഞു അതവിടെ ഇരുന്നോട്ടെ, അതെന്താ കുഴപ്പം? പക്ഷേ ഈ ശരീരത്തിൽ നിന്ന് മാറിയ ഈ ജീവൻ, മനസ്സിലായോ? ഈ ശരീരത്തിൽ നിന്ന് മാറിയ ഊർജം എവിടെ നിന്നാണോ വന്നത് അത് എവിടുന്നേ വരുള്ളൂ? നിങ്ങളുടെ ഗോത്രധർമ്മത്തിലേ വരുള്ളൂ. ഏതിനെയാണോ ഞാൻ ആരാധിച്ചത്, ഇപ്പം മുത്തപ്പനെ ആരാധിച്ച കഥ ഇവിടെ പറഞ്ഞു അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ ഏതിനെയാണ് കുടുംബക്ഷേത്രമായി വെച്ച് ആ ഗോത്രത്തിൽ വന്നിട്ടുള്ള ജീവനുകൾ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ ധർമ്മത്തിലെ ജീവൻ പോകും. ഇത് 9-ാം അധ്യായം 20 മുതൽ 25 വരെ ശ്രീകൃഷ്ണൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കും. അപ്പം ഈ ജീവനിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിടുന്ന നിമിഷം അതിൻ്റെ അവകാശികളായ ആരാധനാമൂർത്തികളും പൃഥുക്കളും അവിടെ വരും. ഏതുപോലെ നിങ്ങൾ ജനിച്ചപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ? ആരൊക്കെ പോയി ഹോസ്പിറ്റലിൽ? ആരൊക്കെ ഉണ്ടായിരുന്നു? മുത്തശ്ശൻ, മുത്തശ്ശി, അമ്മാമൻ, അമ്മായി, അച്ഛൻ എല്ലാവരും ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ കരഞ്ഞു, എന്നെ കൊണ്ടുപോകരുത് ഗുരു പറഞ്ഞു, ചിരിച്ചുകൊണ്ടാവും. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈ ജീവന് അവകാശപ്പെട്ട ഈ ഊർജത്തിൽ നിൽക്കുന്ന, ഏത് ഗോത്ര ഊർജത്തിൽ നിൽക്കുന്ന ജീവനുകൾ എന്തു ചെയ്യും? ഈ ഊർജത്തിനെ അതിൻ്റെ കീഴിൽ കൊണ്ടുപോകാൻ നോക്കും. നമ്മൾ പോവോ? കാരണം ഈ ജീവൻ ശരീരം വിടുമ്പോൾ അതിൻ്റെ യഥാർത്ഥ സ്ഥലത്തെക്കുറിച്ച് തന്നെ അറിവ് വരുന്നവർ. ഇപ്പം എൻ്റെ ശരീരത്തിരിക്കുമ്പോൾ ഞാനൊരു വന്ദനരൂപൻ സ്വാമി എന്നുള്ള ബോധം ഉള്ളതുപോലെ ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ എന്ത് സംസാരിക്കണം എന്ന് എനിക്ക് ബോധമുള്ളതുപോലെ എൻ്റെ ശരീരം വിടുന്ന നിമിഷത്തിൽ എനിക്ക് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഒരു ബോധം വരും. ആ ബോധത്തിൽ എനിക്ക് എന്ത് സംഭവിക്കും? ഞാൻ അതിലേക്ക് ലയിക്കാനുള്ള പരിശ്രമം ചെയ്യുന്നവർ ചെയ്യും. എന്നാൽ നമ്മുടെ പൃഥുക്കളോ മുത്തപ്പനോ എന്താണ് മച്ചിൻ്റെ മുകളിലുള്ള മച്ചിലോട്ട് ഭഗവതിയല്ലേ, ഇതുപോലത്തെ ഭഗവതികളോ ഒന്നും ഇതിനെ വിട്ടുകൊടുക്കില്ല. ഇത് അതിൻ്റെ കീഴിൽ കൊണ്ടുപോകാൻ നോക്കും. ഇത് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അവസാനം പറഞ്ഞു കൊടുക്കണം അർജുനന്, നീ എന്തിനാണ് എന്നെ എത്രയും കാര്യം ഞാൻ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ നീ ആ മരിക്കുന്ന ആ ശരീരം വിടുന്ന ആ നിമിഷം നീ എന്നെ സ്മരിക്കണം. ഇതാണ് ഗുരു നമ്മളെയും പഠിപ്പിച്ചത്. കാണുമ്പോൾ സദ്ഗുരുവെ ശരണം പറയണം, പരസ്പരം ലഹള കൂടുമ്പോഴും സദ്ഗുരുവെ ശരണം പറയണം, നിങ്ങൾ ബാത്റൂം പോകുമ്പോഴും പ്രാർത്ഥിക്കണം, അവിടെ പോകുമ്പോഴും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ഈ ശരീരം വിടുന്ന നിമിഷം ഗുരുവിനെ സ്മരിക്കാറാണ്. അല്ലെങ്കിൽ നമ്മൾ ആരെ സ്മരിക്കുക?
അലമാരയിലിരിക്കുന്ന പൈസയെക്കുറിച്ചായിരിക്കും നമുക്ക് ചിന്ത വരിക. അജമാളിൻ്റെ കഥ കേട്ടിട്ടില്ലേ? നുണയല്ലേ ഞാൻ പറയുന്നത്? അജമാളിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇല്ല. അജമാളൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ്റെ ബ്രഹ്മജ്ഞാനിയായിരുന്നു. ഭാഗവതത്തിലെ 16-ാം അധ്യായത്തിൽ അയാളെക്കുറിച്ച് പറയുന്നുണ്ട്, അജമാളിനെ കുറിച്ച്. തികഞ്ഞ ബ്രഹ്മജ്ഞാനി, അച്ഛനും അമ്മയൊക്കെ നോക്കി ഈശ്വര നിശ്ചയം അറിഞ്ഞു. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇദ്ദേഹം തൻ്റെ ചിന്ത മാറി ഒരു വേശ്യ സ്ത്രീയുമായിട്ട് ജീവിക്കാൻ തുടങ്ങി. അച്ഛനും അമ്മയും മറന്നു, ബ്രഹ്മജ്ഞാനം മറന്നു, അങ്ങനെ ജീവിക്കും. അവർ പലപ്പോഴും ആ സ്ത്രീ ഇവരെ തിരുത്താൻ നോക്കും, തിരുത്തിയില്ല. 3 മക്കൾ ജനിച്ചു. 3 പേർക്കും പേരിട്ടു. ഒടുവിലത്തെ മകന് നാരായണൻ എന്നും പേരിട്ടു. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഇയാളുടെ മരണം എത്തിയപ്പോൾ ഈ കാലവൈഹന്മാരായ ഭീകരരൂപികളാണ് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. മരണം സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചിന്ത എവിടേക്കാണ് പോകുന്നറിയോ? ചെറിയ മകനായ നാരായണൻ ഉണ്ടല്ലോ, ഇവൻ എന്ത് കണ്ട് പേടിക്കില്ലേ? ഇപ്പം ഇയാൾ അറിയാതെ നാരായണ നാരായണ ജപിച്ചു ഇത്ര. അപ്പോഴുണ്ടത്ര വലിയൊരു പ്രകാശം ഇപ്പുറത്തുനിന്ന് വരാൻ തുടങ്ങി. അത് വൈഷ്ണവൻ്റെ ആൾക്കാരായിരുന്നു എന്നവർ. ഈ വൈഷ്ണവ ആൾക്കാരും ഈ കാലദൈർഘ്യൻ്റെ ആൾക്കാരും തമ്മിലുള്ള ചർച്ചയാണ് പിന്നീട് അജമാള സംവാദത്തിലുള്ളത്. അതിൽ കൃത്യമായി നമ്മളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരു ഗുരുവിനെ കിട്ടി പ്രാർത്ഥനയ്ക്ക് വരാത്തത്, ഗുരുവിനെ കിട്ടി ട്യൂഷൻ ഇട്ടുകൊണ്ട് പോകുന്നവർ, ഗുരുവിനെ കിട്ടി പോകുന്നവർ, മറ്റേത് മറിച്ച് ഉടായ്പ് പറയുന്നവരെ കുറിച്ചൊക്കെ ആര് പറയുന്നുണ്ട്? ഇവർ പറയുന്നുണ്ട്. അത് ഇവർ അംഗീകരിക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചുകൊണ്ടേ സംസാരിക്കണം. എന്നാലും ഇവൻ സ്വന്തം അച്ഛനും അമ്മയെ നോക്കാതെ സ്വന്തം ധർമ്മങ്ങളെല്ലാം മറന്ന് ഇവൻ ചെയ്തുകൊണ്ട് ഇവന് വലിയ നരകമാണ് കൊടുക്കേണ്ടതെന്ന് ആരാ പറയണത്? ഇതുപോലെ ഇവർ പറയണം. അപ്പോൾ വൈഷ്ണവ സമ്പ്രദായത്തിൽ അവർ പറയുന്നുണ്ട് എല്ലാം സംവദിച്ചു. പക്ഷേ ഇവൻ അവസാന നിമിഷത്തെ ആരെ വിളിച്ചു? നാരായണ. അത് എന്തിൻ്റെ പേരിൽ വിളിച്ചു? നമ്മളൊക്കെ വിളിക്കുക ചിലപ്പോൾ സ്വർണ്ണമായിരിക്കും, കാറ്, അവിടെ ഇരിക്കുന്ന സാരി, നമ്മൾ അഴിച്ചു വെച്ചിട്ടുള്ള വള, ഇതൊക്കെ പ്രശ്നങ്ങൾ വരും നമുക്ക്. അപ്പം ഇതൊന്നും വരാതെ ഗുരു പറഞ്ഞത് ഈ ജീവൻ എന്തിനെയാണോ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു പോയത് അതിൻ്റെ ധർമ്മത്തിൽ. അതാണ് ശങ്കരാചാര്യർ പോലും ആ ധർമ്മത്തിൽ ആരെയാണ് കണ്ടത്? ദേവീനെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോഴാണ് അദ്ദേഹം സൗന്ദര്യലഹരിയൊക്കെ എഴുതിയത്. അപ്പം ഈ കർമ്മത്തിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ആരാധിച്ചവയുടെ കർമ്മത്തിലേക്ക് പോവാതെ മാറാൻ വേണ്ടി നോക്കുമ്പോൾ ഗുരു പറഞ്ഞത് ഇത് 2 ഊർജങ്ങളാണ്. ഒന്ന് നിന്റെ ഗോത്രത്തിലുള്ള ഈ ആരാധിച്ചവയുടെ ഊർജവും, ഒന്ന് നിന്റെ ഊർജവും. ഇവരെ തമ്മിൽ ഒരു പ്രവർത്തനമുണ്ടായാൽ എന്ത് സംഭവിക്കും? 2 ഊർജം നമ്മൾ പ്രവർത്തിച്ച് എന്ത് സംഭവിക്കും? ഒരു ഉൽപാദനം ഉണ്ടാവും. അതിൻ്റെ പേരാണ് പുല. അത് ആ വീട്ടിൽ എത്ര ദിവസമാണ് പറഞ്ഞത്? 14 ദിവസത്തിൻ്റെ അടുത്ത് വരാം. കാരണം ഈ ജീവൻ പരിണാമപ്പെട്ട് ഈ ശരീരമെന്ന ബോധത്തിൽ നിന്ന് മാറാൻ, അല്ലേ? എന്താണ് മരണം എന്ന് പറഞ്ഞാൽ? ഒരു ബോധമാറ്റമാണെന്നാണ് ഗുരു പറഞ്ഞത്. ഞാൻ 5 പ്രാവശ്യം മരിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് 12 രൂപ സമയമായത്. ഈ ഇരിക്കുന്ന എല്ലാവരും, ഒരാൾ പോലും അങ്ങനെ അല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ടെസ്റ്റ് കൂട്ടിയെങ്കിൽ പോലും അച്ഛൻ്റെ ശരീരത്തിൽ ഞാൻ മരിക്കണം, അമ്മയുടെ ശരീരത്തിൽ ഞാൻ മരിക്കണം, അമ്മയുടെ ശരീരത്തിൽ ഞാൻ അണ്ടമായി മരിക്കണം, അവിടുന്ന് ഞാൻ ഭ്രൂണമായി മരിക്കണം, ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കണം, അമ്മയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് ഞാൻ മരിക്കണം. ഈ 5 മരണം നടന്നിട്ടുണ്ട് എനിക്ക്. ഇനി 6ാമത്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത്, അല്ലേ? എന്താണ്? ഈ ശരീരബോധവും അവിടെയൊക്കെ ഞാനുണ്ട്. എൻ്റെ അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്ത് വരും ഞാനുണ്ട്, എൻ്റെ അമ്മയുടെ ശരീരത്തിൽ ഞാനുണ്ട്. അവിടെയൊക്കെ എൻ്റെ ബോധമുണ്ടായിരുന്നു. ആ ബോധത്തിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിരുന്നെങ്കിൽ ഞാനിവിടെ നിന്ന് സംസാരിക്കുമോ? ഇല്ല, എന്നെ തീർന്നുണ്ടോ? അങ്ങനെ നിങ്ങളുടെ ചിന്തയിലും ധർമ്മത്തിലും ഗുരു എന്ന ധർമ്മം പൂർണ്ണമായി ഉണ്ടാവുമ്പോഴാണ് എന്തുണ്ടാവില്ല? പുല ഉണ്ടാവില്ല എന്ന് ഗുരു പറഞ്ഞു. എന്താ കാരണം? ഞാൻ എൻ്റെ ശരീരം വിടുന്ന നിമിഷം ഞാൻ ആരെ സ്മരിക്കണം? എൻ്റെ എല്ലാമായ ബ്രഹ്മസ്വരൂപനായ എൻ്റെ ഗുരുവിനെ വിളിക്കാനുള്ള കഴിവ് വേണം. ആ സമയത്താണ് ആരുണ്ടാവുക? ഗുരു എന്ന ധർമ്മത്തിൽ എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ എന്തില്ല? പിന്നെ സ്വർണത്തെക്കുറിച്ച് എന്താ വരുമോ?
സ്ഥലം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന ചിന്ത വരുമോ? അവിടെ എവിടെയും ബാങ്കിൽ പൈസ ഇട്ട് വെച്ച് മക്കളെടുക്കുമെന്ന് പേടിയുണ്ടോ? ഗുരു മാത്രമേ ഉള്ളൂ അവിടെ. അതാണ് ഗുരുവിൻ്റെ മഹിമയിൽ ശിഷ്യൻ അലിയണം. അവിടെ എന്തില്ല? അതുകൊണ്ടാണ് ശാന്തിഗിരിയിലത്തെ പരമ്പരയിൽ എന്തില്ല പറഞ്ഞു എന്ന് ഗുരുവിൻ്റെ അമ്മയുടെ സമയത്ത് ഗുരു പറഞ്ഞത്. പക്ഷേ ഇവിടെയുള്ള 99.99% ആൾക്കാരും എവിടുന്ന് വന്നവരാ? ഹിന്ദു മതത്തിൻ്റെ ധർമ്മം മുറുക്ക പിടിക്കുന്നവരാ. അതുകൊണ്ട് എന്തുണ്ട്? സ്വാമി ഞാൻ വരില്ല, 15 ദിവസം വേറെ വഴി നോക്കിക്കോ പറയും. ഈ വഴിക്കില്ല. എന്താ കാരണം? മരിച്ചതാരാ? 200-ാം പേജിൽ എഴുതാലേ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു മരിച്ചതിൻ്റെ പറഞ്ഞു. 200-ാം പേജ് എഴുതി കഴിഞ്ഞപ്പോൾ എത്തി അല്ലേ? അപ്പോൾ ഈ ജീവൻ ഈ ശരീരം വിടുന്നതിൻ്റെ 5 കോശങ്ങളുടെ മാറ്റമാണ് ഗുരു പറഞ്ഞത്. ഈ 5 കോശങ്ങൾ മാറുകയല്ല വേണ്ട, 5 കോശങ്ങൾ ഇല്ലാതെ ആവണം. അങ്ങനെയുള്ളതിനെയാണ് നിങ്ങൾ എന്ത് വിളിക്കേണ്ടത്? മുക്തി എന്ന് വിളിക്കുന്നത്. അവിടെ വിജ്ഞാനമില്ല, ജ്ഞാനമില്ല, ആനന്ദമില്ല, സകലത്തിൻ്റെയും അപ്പുറത്ത് ജീവൻ എത്തുന്ന പൂർണ്ണ ബോധത്തെയാണ് ഞാൻ എന്ത് വിളിക്കേണ്ടത്? മുക്തി എന്ന് വിളിക്കാൻ പാടില്ല. ഈ മുക്തി എൻ്റെ അച്ഛൻ്റെ ശരീരത്തിലും അമ്മയുടെ ശരീരത്തിലും ഞാൻ കൃത്യമായി പാലിച്ചത് കൊണ്ടാണ് എൻ്റെ ശരീരം എടുത്ത് എനിക്കിന്നിവിടെ സംസാരിക്കാൻ പറ്റും. അവിടെ എവിടെയെങ്കിലും ഞാൻ ആ ധർമ്മം പാലിച്ചിട്ടില്ലെങ്കിൽ എനിക്കത് താങ്ങാൻ പറ്റില്ല, ഞാനിവിടെ ഉണ്ടാവില്ല. ഡോക്ടർമാർ പകുതി വെച്ച് എന്നെ തീർത്തിട്ടുണ്ടാവും. അപ്പോൾ ഗുരു പറഞ്ഞത് മരണം വിട്ട് പോയാൽ കുളിക്കാനുള്ള പ്രധാന കാരണം മരണം കഴിഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് എല്ലാം കഴിഞ്ഞു നിങ്ങൾ വിചാരിക്കരുത്. അതിൽ എൻ്റെ ശരീരത്തിലിപ്പോൾ കോടിക്കണക്കിന് അണുക്കളുണ്ട്. എത്ര കോടിയുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല അല്ലേ? ഇവരെ എൻ്റെ ജീവൻ്റെ യോഗം കൊണ്ടാണ് ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വയ്യാണ്ട കിടക്കുന്ന വയസ്സായ ആൾക്കാർക്ക് എന്താ സംഭവിക്കുക? കട്ടിൽ കിടന്നു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ ദേഹത്ത് ഇങ്ങനെ പൊട്ടൽ വരും. എന്താ കാരണം? ആ ജീവൻ അവിടെ ആ ഭാഗത്തൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥം. കാരണം അത്രയും സൂക്ഷിച്ചു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ യോഗം കൊണ്ടാണ് എൻ്റെ ശരീരത്തിന് ഞാൻ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. അവിടെ നിന്ന് ആ ശരീരത്തിൽ നിന്ന് ആ ജീവൻ പൊക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കുന്ന ഓരോ അണുവിനും എന്തില്ല? വായു കിട്ടില്ല. അപ്പോൾ എന്തു ചെയ്യും അവർ? പുറത്തേക്ക് ചാടും. അവിടെ ആയിരിക്കും ഞാൻ നിൽക്കുന്നുണ്ടാവുക അല്ല, നമ്മൾ അടുത്ത് നിന്നും പ്രാർത്ഥിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത് നിന്നിട്ട് നമ്മൾ അതിൻ്റെതായ കാര്യം. അപ്പം അതിൻ്റെ പണ്ടത്തെ ആൾക്കാർ എന്ത് ചെയ്യും? മഞ്ഞൾ ഇട്ട് വയ്ക്കും അല്ലേ? മഞ്ഞൾ എന്തിനായിട്ടത്? അത് ആൻറ്റിബയോട്ടിക്കാണ്, കടന്നു വരാതിരിക്കുക. ഇങ്ങോട്ടേക്ക് നമ്മൾ പറയുന്നത് ജീവൻ തിരിച്ചു പോകാതിരിക്കാനല്ല എന്നൊക്കെ പറയും. ജീവൻ തിരിച്ചു പോകണം മഞ്ഞൾ കൂടാല്ല അല്ല, ആ ശരീരത്തിൽ നിന്നും എന്ത് വരരുത്? അണുക്കളോ മറ്റേതോ പുറത്തേക്ക് വരാതിരിക്കാനാണ്. അങ്ങനെ അഥവാ വന്നത് വല്ലത് എൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഒന്ന് വൃത്തിയായിട്ടൊന്ന് കുളിക്കാൻ പറയും. അല്ലാതെ പിശാചോ പ്രേതമോ ഒന്നുമല്ല അതിൻ്റെ പിന്നിൽ. പ്യുവർ സയൻസാണ് ഗുരു പറഞ്ഞത്. അങ്ങനെയുള്ള ആ ഒരു കർമ്മം തീരാനാണ് മോളെ കുളിക്കാൻ പറഞ്ഞത് കേട്ടോ. അത്രയേ ഉള്ളൂ. ആ കുളി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് കൊറോണ പോലെയോ അല്ലെങ്കിൽ ഈ മഞ്ഞപ്പിത്തം പോലെയുള്ള ഏതെങ്കിലും രോഗാണുക്കൾ എൻ്റെ ശരീരത്തിലേക്ക് വരാതിരിക്കാനാണ് ഗുരു അത് പറഞ്ഞത്. വേറെ ഒന്നുമില്ല കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കാര്യമില്ല, ഹോമമല്ല എൻ്റെ അപ്പുറത്ത് ചെയ്തിട്ടും ഇന്ന് വരെ ആരും രക്ഷപ്പെട്ടിട്ടില്ല. എൻ്റെ അനുഭവം തന്നെ പറയാം. എൻ്റെ കുടുംബത്തിൽ ഇതുപോലത്തെ എപ്പോഴും ഈ രാശി വെച്ച് നോക്കിയിട്ട് എന്തു ചെയ്യും? ഈ ഭയങ്കര ഹോമങ്ങളൊക്കെ ചെയ്യും. ലക്ഷക്കണക്കിന് രൂപ ചിലവാണ്. കാരണം അതിന് പൈസ അവർക്ക് അത്യാവശ്യമായതുകൊണ്ട് നമ്മുടെ ചില ആൾക്കാരൊക്കെ ഭയങ്കര പ്രശ്നത്തിലാണെന്നും അത് കാരണം ബസ്സുകളൊക്കെ കേടുവരണമെന്നാണ് പറയുന്നത്. ബസ് കേടുവരുന്നത് അതുകൊണ്ടൊന്നല്ല, 12,200 സ്പെയർ പാർട്സ് ഓർഡർ പ്രതിക്കളുടെ അതുകൊണ്ടാണ്. പൊട്ടത്തരം അങ്ങനെയൊക്കെ വിശ്വസിക്കണം. അത് ആപത്ത് വരുമ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് നല്ല കാശുള്ളതാണെങ്കിൽ ഹോമം ചെയ്യോ? സുഖമായി ജീവിക്കുകയാണ്, നല്ല ഫുഡുണ്ട്, ഇഷ്ടംപോലെ കാശുണ്ട്. അംബാനി ചെയ്യണോണ്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇഷ്ടംപോലെ കാശാണ്, താഴുമ്പോൾ ചെയ്യും. അതുകൊണ്ടൊന്നല്ല കേട്ടോ. അത് ചെയ്തിട്ട് അങ്ങനെ ഒരാൾ രക്ഷപ്പെട്ടില്ല. നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഒരു പണിക്കരിപ്പുറത്തിരിക്കും, ഇപ്പുറത്ത് ഹോമമൊക്കെ ചെയ്യും. ഇങ്ങനെ രാശി വെച്ച് നോക്കിയിട്ട് പറയും
ചെറുതായിട്ട് മാറിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത്ര ചെറുതായിട്ട്. അടുത്ത കൊല്ലം അതന്നെ. ഇത് സന്തോഷ് ട്രോഫി പോലെയാണ്, കൊല്ലം കൊല്ലം ഇത് നടത്തുകയാണ്. ഒരിക്കലും ലോകത്ത് ഇന്ന് വരെ ഗുരുവല്ലാതെ, ഇന്ന് രാവിലെ ഗുരുവാണിയിൽ അത് വൃത്തിയും വായിച്ചു, ഒരാൾക്ക് പോലും ഒന്നിനെയും ശുദ്ധീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതിന് ഗുരു പറയുന്നുണ്ട്, ബുദ്ധൻ പറയുന്നു വിശ്വസിച്ചാൽ മതി. ഗുരു തന്നെ പറയണ്ട, ബുദ്ധനേക്കാൾ ഉയർന്ന പിതൃക്കളുണ്ട്. എന്ത് ചെയ്യും? ബുദ്ധനേക്കാൾ ഉയർന്ന പിതൃക്കളുണ്ട്. എന്ത് ചെയ്യും? യേശുവിനേക്കാൾ ഉയർന്ന പിതൃണ്ട്. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരൊന്നും അനങ്ങില്ല. അവരെ തീർക്കണമെങ്കിൽ ബ്രഹ്മനിശ്ചയമാണ്. അതാണ് ഗുരു പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള കർമ്മത്തിന്റെ പുല എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ആരാധിച്ചവ നമ്മുടെ സത്യമല്ല എന്നറിയുന്ന നിമിഷം ഞാൻ എന്ത് ചെയ്യും? അതിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. ഇത് നിങ്ങളെ പലപ്പോഴും ജീവിച്ചിരിക്കുമ്പോഴും കാണിച്ചു തരുന്ന പറയണം. ചിലവരുടെയൊക്കെ മരണത്തിൻ്റെ വളരെ മുമ്പ് തന്നെ ഈ ആരാധനാമൂർത്തികൾ വരും, വിശ്വാസികൾക്ക് ഗുരുവിനെ കാണാമെന്ന് പറഞ്ഞു. അടുത്ത കാലത്ത് പാലക്കാട് നടന്നൊരു സംഭവം അങ്ങനെയായിരുന്നു. ഒരു ഗോപാലൻ മാഷുണ്ടായിരുന്നു, എൻ്റെ ഒരു ബന്ധുവും കൂടിയാണ് അദ്ദേഹം മരണപ്പെട്ട് പെടുകയാണ്. അപ്പോൾ അദ്ദേഹം 2 ദിവസം മുമ്പ്, മരണത്തിൻ്റെ 2-3 ദിവസം അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവിനെ വിളിച്ചു, പോലീസുകാരൻ, എനിക്ക് സത്യം ചെയ്തു തരണം. എന്താ സത്യം ചെയ്യേണ്ടത്? മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചടങ്ങുകളെല്ലാം ഏത് രീതി ചെയ്യണം? ശാന്തിഗിരി കുറിച്ച് ചെയ്യണം. നിങ്ങളുടെ ഈ പരിപാടി നിങ്ങൾ കൊണ്ടുവരരുത്. സത്യം ചെയ്ത് വാങ്ങി. ഓക്കെ. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു. ചെയ്ത 4-ാം ദിവസം മരണപ്പെട്ടു. അവർ ശാന്തിഗിരിക്കാരെയൊക്കെ വിളിച്ചു. ആ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞ് 3-ാം ദിവസമായപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. എന്താണ്, ഹോസീത്ത് വല്ലതും എഴുതിയിട്ടുണ്ടോ നോക്കണ്ടേ. അപ്പോൾ അയാളുടെ ഡയറി കിട്ടി. അപ്പോൾ അദ്ദേഹം മരിക്കണേൻ്റെ 7 ദിവസം അയാൾ എഴുതിയിരിക്കണം, ഗുരു എൻ്റെ അടുത്ത് വന്നു. വലിയൊരു തേരിലായിരുന്നു. വളരെ സന്തോഷത്തോടെ എന്നോട് സംസാരിച്ചു. നിൻ്റെ കുടുംബത്തിൽ ആരും വിശ്വാസിയായില്ല, അവർ വിഷമിക്കേണ്ട. നിൻ്റെ ഭക്തിയും പ്രവർത്തനവും എനിക്ക് ഇഷ്ടപ്പെട്ടു. സാരില്ല, അതെല്ലാം ശരിയാവും, നമുക്ക് പോവാം. അതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം എന്ത് ചെയ്ത്? സത്യം ചെയ്ത് വാങ്ങി. ഇതുപോലെ നമ്മൾ ആരാധിച്ചവ നമ്മളെ എന്തു ചെയ്യും? ഉറപ്പായിട്ട് നമ്മുടെ കൂടെ വരും. അതെന്തായാലും അല്ലേ, മച്ചിലോട്ട് ഭഗവതിയാണെങ്കിലും ശിവനായാലും ഇനി വേറെ എന്തെങ്കിലും യേശു ആയാലും നബിനെ ആയാലും അത് നമ്മുടെ മുന്നിൽ വരും. അവിടെ ഇഷ്ടദേവത എന്ന കർമ്മത്തിലാണെങ്കിൽ അതൊരു അപകടമുണ്ടെന്ന് ഗുരു പറഞ്ഞു. ഇഷ്ടദേവതാ സംഭവത്തിലാണ് ഞാൻ അതിൽ പോയി ലയിക്കും. പക്ഷേ കുറച്ചാകുമ്പോഴാണത് അറിയുക. 41 ദിവസം കഴിയുമ്പോഴാണ് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാവുക. അത് ആ കുടുംബത്തിന് നല്ലതല്ല. അതിനും ഞാനിവിടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നാണ് ആര് പറയണത്? ഗുരു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ പരിണാമമായ ജീവൻ്റെ ഓരോ അടുക്കുകൾ കഴിയുമ്പോഴും ഈ ജീവൻ പൃഥുവിൻ്റെ അവസ്ഥ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തില്ല? പൃഥുരാശിയില്ല, അവൻ മഹാത്മാവായി. ഇങ്ങനെ കടന്നു പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അബദ്ധത്തിൽ ചോദ്യം ചോദിച്ചു, ഗുരുവെ, പശു കറക്കുമ്പോൾ തട്ടുന്നു, എന്ത് ചെയ്യണം? അതോടുകൂടി ഗുരുവിൻ്റെ ഈ സ്പീച്ച് നിന്നുപോയി. കാരണം നമുക്ക് അത്രേ ഭാഗ്യമുള്ളൂ. അപ്പോൾ ജീവൻ്റെ പരിണാമത്തെക്കുറിച്ച് ഗുരു അടുക്കായി പറയുകയാണ്. ഇത് അന്നമയ കോശം, പ്രാണമയ കോശം, അന്നമയം ഇങ്ങനെ വർക്ക് ചെയ്ത് ഈ ജീവൻ എങ്ങനെ അനുഭവം ഉണ്ടായി, ഈ ജീവൻ എങ്ങനെയാണ് ബ്രഹ്മമതം, പരബ്രഹ്മം, ദേവപരം, ആ ഓരോന്ന് കടന്നു പോകുക എന്ന് ഗുരു പറയുകയാണ്. അപ്പോൾ ഇത് ആ കുട്ടിക്കുള്ള ഉത്തരം, ആ ഹോമം കൊണ്ട് ഒരു കാര്യമില്ല, മോള് പോവാതെ ആ ജീവന് വേണ്ടി ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. ചിലപ്പോൾ ആ ജീവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിൻ്റെ, പാലക്കാടിലൊരു കുടുംബത്തിന് ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെന്ത് ചെയ്തു? ഗുരുവിൻ്റെ അടുത്ത് പോയി. ഗുരു ഒരു ശിഷ്യത്വം നോക്കാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെയൊരു സംഗതിയാണ്, ഒരു കാര്യം ചെയ്ത് അതിന് വേണ്ടതൊന്നും ചെയ്തു കൊടുക്കുക. അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിക്കർ പറഞ്ഞു, ഇതാരോ മാറ്റി, ഇതെവിടെയോ ഇത് ശുദ്ധമായിട്ടുണ്ട്, ഇതാരാ ചെയ്തത് അറിയില്ല. ഇവർ തിരിച്ചുപോയി അവരോട് പറഞ്ഞു, നമ്മുടെ അമ്മാമ്മൻ്റെ കാര്യത്തിൽ ഗുരു ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അവർ രാശി വീണ്ടും വെച്ചു, വീണ്ടും പോയി പാടൂർക്ക് നമ്പൂരി ജ്യോതിഷടുത്ത് പോയി പറഞ്ഞു, സത്യമാണ്, അതൊരു വ്യാഴമണ്ഡലത്തിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ മോള് മനസ്സിലാക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല, ആണെങ്കിൽ ഇവിടെ ഒന്നും ചെയ്ത് അവർ ഹോമം നടത്തണമെന്ന് പറയുന്ന ആ കർമ്മത്തിന് ബ്രഹ്മമതത്തിൻ്റെ കർമ്മമാണ് ഹോമം.
ബ്രഹ്മമതത്തിനാണ് ആ ഹോമവും യാഗമൊക്കെ ഉണ്ടായിരിക്കണം. അതിലൊന്നും ഒരു കാര്യവും ഇന്ന് വരെ നമുക്കില്ല. അത് ഏതുവരെ ഫലിച്ചിരുന്നു? ത്രേതായുഗം വരെ ഫലിച്ചിരുന്നു. അതിൻ്റെ അപ്പുറത്തൊന്നും അത് ഫലിച്ചിട്ടില്ല. പൂർണ്ണമായി ഒരിക്കലും അത് ഫലിച്ചിട്ടുമില്ല. അവിടെ എല്ലാം ആര് വേണം? മഹാഗുരുവ്. ആ ഗുരുവിലൂടെ ശരിയാവും. അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് വിടുമ്പോൾ നമ്മൾ ഗുരുവിനെ അല്ലാതെ മറ്റൊന്നെ സ്മരിച്ചു കഴിഞ്ഞാൽ അവിടെ പോലെ ഉണ്ടാവും, ഉറപ്പാണ്. നമ്മൾ വിടുമ്പോൾ ഗുരു ആണെങ്കിലോ എന്തില്ല? ഇല്ല, അനങ്ങില്ല. പിന്നെ അടുത്ത ചോദ്യം, ഒരു ചോദ്യം കൂടി ഉണ്ട്, അവൾ ചോദിച്ചിട്ടില്ല, പോട്ടെ. ഒരാൾ ചോദിച്ചു, എൻ്റെ കുടുംബത്തിൽ ആരും വിശ്വാസിയല്ല, അവർ മരിച്ചു, എനിക്ക് ഗുരുവിനെ കാണാൻ പറ്റുമോ? തീർച്ചയായും കാണാം, ഒരു കുഴപ്പമില്ല. നമുക്ക് പോലെ ഉണ്ടെങ്കിൽ ആര് ചെന്ന് കാണാം? ഗുരുവിൻ്റെ അടുത്ത് വരാം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാലയത്തിൽ കയറണ്ടാ പറഞ്ഞിട്ട് ഗുരു. അതിന് കാരണം ഗുരുവിന് ശക്തിയില്ലാത്തതുകൊണ്ടൊന്നല്ല, അങ്ങനെയൊന്നും വിശ്വസിക്കരുത്. പ്രാർത്ഥനാലയത്തിൻ്റെ സൂക്ഷ്മഭാവത്തിൽ കുറച്ച് കാലത്തേക്ക് ഇതുപോലത്തെ നമ്മൾ ആരാധിച്ച ദേവീ ദേവന്മാരെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. മനസ്സിലായോ? അവരുടെ എന്തുണ്ട്? ഈ സൂക്ഷ്മഭാവത്തിൽ ചില അശുദ്ധികൾ വരാം. അവർ ആരാ? നമ്മുടെ ആത്മബന്ധുക്കളാണ്, അല്ലേ? അവർക്കൊരു അശുദ്ധി വേണ്ട എന്നാണ് അപ്പോൾ ഗുരു പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥനാലയത്തിൽ കയറേണ്ടാവുക. അവിടെ മഹത്തുക്കളും ഉണ്ട്. ചില ജീവനുകളെ ഗുരു പറഞ്ഞത്, ഈ കർമ്മത്തിൽ പോയിട്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത പ്രശ്നം വരും. സിദ്ധ ശ്രീധരേട്ടൻ്റെ പൃഥുക്കളെ പോലെ അവർ യോഗ ചെയ്ത് പോയിട്ട് അങ്ങോട്ടും പോകാൻ പറ്റില്ല, താഴോട്ട് ഇറങ്ങാനും പറ്റില്ല. ഇതുപോലത്തെ ജ്ഞാനികളും ഉണ്ടെന്നാണ് ഗുരു പറഞ്ഞു. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർ വളരെ ഉയർന്ന അവസ്ഥയാണ്, പക്ഷെ ഇനി ഉയരാനും പറ്റില്ല, എന്നാൽ താഴത്തേക്ക് ഇറങ്ങാനും പറ്റില്ല, കുടുക്കപ്പെട്ട പോലെ. ഇതിനെയാണ് ഗുരു അന്ന്, അല്ലേ, ഉപനിഷത്തിൻ്റെ ഉപനിഷത്ത് ഇവിടെ ഉണ്ട്. സഗുരുവേശ്വരൻ ഉണ്ട്. അപ്പം അവരുടെ വീട്ടിൽ ഗുരു പോകാൻ കാരണം ഈ കുടുക്കപ്പെട്ട് കിടക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത കർമ്മത്തിൽ കിടക്കുന്ന ആ പൃഥുക്കളെ രക്ഷിക്കാനാണ്. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഹോമം കൊണ്ട് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. ഈ ചെയ്യുന്ന ആളും കൂടി കിടപ്പിലാവും. കാരണം ഈ 19.5 മണിക്കൂർ ഹഠയോഗം ചെയ്ത ആൾക്കാരാണ് ഇവരൊക്കെ. ഇതിൻ്റെ അപ്പുറം ചെയ്തവരാണ്, ക്രിയായോഗ ചെയ്തവരുണ്ട്. അവരൊക്കെ യോഗീശ്വരന്മാരാണ്. അവർ വിചാരിച്ച ഈ ഭൂമിയിൽ യുദ്ധം ഒരു നിമിഷം കൊണ്ട് എക്സ്ട്രാ ആക്കാൻ പറ്റും, താഴ്ത്താനും പറ്റും. അതാണ് ആ കുട്ടി പറഞ്ഞില്ലേ, യുദ്ധം പറഞ്ഞത് യോഗീശ്വരന്മാർ വിചാരിച്ച നടക്കുന്ന പ്രശ്നങ്ങളാണ്. അത് ഇസ്രായേലിൽ കൂടുതലാണ്. കാരണം എന്താ? ജൂതന്മാരാണ് അവിടെ, വലിയ പ്രശ്നങ്ങളാണ്. അത് പിന്നെ ഇരിക്കട്ടെ, നമ്മളെ പ്രശ്നമല്ലാതെ. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ മരണത്തിൽ നമ്മൾ എന്തിനു കുളിക്കുന്നു? ഈ അണുക്കൾ വരാതിരിക്കാനാണ്. അല്ലാതെ അതിൽ അശുദ്ധിയും ശുദ്ധിയും ഒന്നും കാണരുത്. 2, പുല എന്ന് പറയണത് നമ്മുടെ ഇഷ്ടമല്ലാത്ത സത്യമല്ലാത്തതിനെ ആരാധിച്ചു പോയാൽ മാത്രമേ എന്തുള്ളൂ? പുലയുള്ളൂ. എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് എനിക്കെന്ത് പുല? ഞാൻ എൻ്റെ ഗുരുവിൽ ലയിക്കാനാണ് കഷ്ടപ്പെടുന്നത്. ഗുരുപ്രകാശത്തിൽ ലയിച്ചു നിൽക്കണമല്ല. നമ്മളെന്താ പറയുക? ഗുരുജ്യോതിയിൽ അണഞ്ഞു എന്നാണ് പറയുക. ആ ഗുരുപ്രകാശത്തിൽ അണയണം. അതിന് പകരം എവിടെ പോയി അണയരുത്? സ്വർണത്തിൽ അണയരുത്, പൈസയിൽ അണയരുത്, ബാങ്ക് അക്കൗണ്ടിൽ അണയരുത്, അല്ലേ? അതൊന്നും നമുക്ക് വേണ്ട. ഇതൊക്കെ ചിന്ത വരും എന്നാണ് ഗുരു പറഞ്ഞത്. ഇതെല്ലാം വരും. നോക്കിയിട്ടുണ്ടോ? ഈ ചില ആൾക്കാരൊക്കെ വയ്യാതെ കിടക്കുമ്പോൾ, അല്ലേ, ആൾക്കാരെ അടുത്ത് വിളിച്ചിട്ട് പറയും, അൽമാറിയിൽ വെച്ചത് എന്തായി, അത് നോക്കണം, ശ്രദ്ധിക്കണം. ഇവിടെ അങ്ങനെ സംഭവം ഉണ്ടായി. ഭരതേട്ടനൊക്കെ അറിയാം. ഒരു കുട്ടി ബ്രെയിൻ ക്യാൻസറായിട്ട് വിശ്വജ്ഞാന മന്ദിരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, കോഴിക്കോട്. ശിശുപൂജ കാണിച്ചു. ആ കുട്ടിയുടെ ജീവനിൽ ഓരോ മാറ്റങ്ങൾ വന്നു. ഇതിന് പൗർണമിക്ക് തീയപ്പ് കൊടുക്കും. പിന്നെ കാണാതായപ്പോൾ ഞാൻ ആ കുട്ടിയുടെ അമ്മയോട് ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് പഠിക്കണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നാണ് നാളെ മരിക്കും പറഞ്ഞ കുട്ടിയാണ്. അവസാനം ആ കുട്ടി പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ഇതുപോലത്തെ അറിവുകേടുകൾ നമ്മൾ പ്രവർത്തിക്കരുത്. നമ്മൾ ചിന്തിക്കേണ്ടത് ഗുരുവിൽ ലയിക്കുക എന്ന കർമ്മത്തിലാണ്. സമയം വളരെ അധികമായി. 2:30 നിർത്തണം വിചാരിച്ചാൽ ഇപ്പോൾ 5 മിനിറ്റ് അധികമായി. അപ്പം നിങ്ങളെല്ലാവരും ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം. അന്ധവിശ്വാസങ്ങൾ പിന്നാലെ പോരുത്. ചത്ത വീട്ടിൽ പോയാൽ നിങ്ങൾ ധൈര്യത്തോടെ അവരുടെ അടുത്ത് പോയി നിൽക്കുക. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. നിങ്ങളെ ഗുരു നിങ്ങളുടെ കൂടെയുണ്ട്. ഗുരുപ്രകാശത്തിൻ്റെ മഹിമയിലാണ് നമ്മൾ അവിടെ പോയി നിൽക്കുക. നമ്മൾ മരിച്ചിരിക്കുന്നത് നമ്മുടെ ചെറിയച്ഛനാണ്, ഇത് നമ്മുടെ അമ്മാവനാണ്. ഇവിടെ വേറെ ചില ആൾക്കാർ സ്വന്തം അച്ഛൻ മരിച്ചിട്ട് പോലും പോകാത്ത ആൾക്കാരാണ്. ഞാൻ പേര് പറയുന്നില്ല. കോഴിക്കോടുകാരൊക്കെ ചിരിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ആരെയും മനസ്സിലായി. അതല്ല നമ്മുടെ രീതി.
ഗുരു നമ്മൾ അങ്ങനെയൊന്നല്ല പഠിപ്പിച്ചിരിക്കും. എനിക്കറിയായിരിക്കും അല്ലേ, ഒരിക്കൽ പൂർണ്ണസ്വാമിയുടെ അളിയൻ മരിച്ചു. വലിയ വിശ്വാസിയാണ്, പെട്ടെന്നാണ് മരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഇവരെല്ലാവരും കൂടി ഗുരുവിനെ കാണാൻ പോയി. അപ്പോൾ ഗുരു എല്ലാം അന്വേഷിച്ചു, അവിടെ എങ്ങനെയാണ് നടക്കുന്നത്. 14 ദിവസം പാലക്കടക്കം, ഇങ്ങനെ 14 ദിവസം വലിയ ആഘോഷമാണ്. കാരണം മൂത്ത ദിവസം മരുമകൻ, 2ാം ദിവസം, ഇങ്ങനെ ഒരു കണക്കൊക്കെ ഉണ്ട് അവർ. അപ്പോൾ ഗുരു ചോദിച്ചു, അവിടെ എന്താ ആഹാരം കൊടുക്കണം? അല്ല, നമ്മളത് കഴിക്കാറില്ല. എന്താ? അല്ല, നമ്മൾ വിശ്വാസികൾ കഴിക്കാൻ. നിൻ്റെയൊക്കെ അളിയൻ ചേർത്ത നിൻ്റെ അപ്പം വന്ന് കഴിക്കടോ, പോടാ അവിടെ നിന്ന്. ഭയങ്കര ചൂടായി ഗുരു. ഞാനുണ്ട് അവിടെ. അവിടെ പോയി കാര്യങ്ങളൊക്കെ നോക്കി അതിന് വേണ്ട ചെയ്യടാവോ, നീ എന്നെ ഇതാക്കാൻ നോക്കണം. അവർ പോയി. കാരണം മരിച്ചതാരാ? എൻ്റെ പെങ്ങളുടെ ഭർത്താവ്, വിശ്വാസിയും കൂടിയായിരുന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ കർമ്മത്തിന് നിങ്ങൾ പോവാതിരുന്നാൽ ആരെയെ ഒരു കുറ്റം പറയാം? പ്രസ്ഥാനത്തിനെയാണ് കുറ്റം പറയുന്നത്, ഗുരുവിനെ കുറ്റം പറയാം. കുറച്ച് പുണ്യം പോയാൽ എന്താ കുഴപ്പം? ഇഷ്ടം പോലെ തരാനുള്ള ചാർജറോട് ഈ കിടക്കുന്നു ഗുരുവിൻ്റെ അടുത്ത് ഇല്ലേ. നമ്മുടെ അസ്ത്രം എന്താണ്? പ്രാർത്ഥനയാണ്. നമ്മുടെ അസ്ത്രം എന്താ? ഗുരുവിൻ്റെ ഭസ്മമാണ്, ഗുരുവിൻ്റെ പ്രകാശമാണ്. ഇത് നമ്മുടെ ഉള്ളപ്പോൾ നമ്മളെന്തിനാ പേടിക്കും? പോകണം അവിടെ പോയി നിന്ന് നമ്മൾ ആ ഞാൻ ഇന്ന് മരണം വിട്ട് പോയിട്ടാ വരണം. അവിടെ നിൽക്കണം. എന്താ പേടിക്കാനുള്ളത്? അവിടെ വേണ്ട എല്ലാം ചെയ്തു കൊടുക്കണം. ഇനിയിപ്പോൾ അവരുടെ രീതിക്കാണോ, ആയിക്കോട്ടെ. അതിനെന്താ? ശരീരത്തിൽ എന്തേ ഉള്ളൂ? ഇനി അണുക്കളേ ഉള്ളൂ. അത് ഇനിയിപ്പോൾ പഞ്ചഭൂതത്തിലേക്ക് ലയിച്ചോളൂ, നമ്മൾ നോക്കണ്ട. അതിന് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുക. ആ ജീവന് വേണ്ടത് എന്താണോ അത് നമ്മൾ ഗുരുവിൻ്റെ, അത് ഒരു പുത്രനോ പുത്രിയുടെ ധർമ്മമാണ്. ആ പുത്രന് ആ ധർമ്മം അറിയാത്തതുകൊണ്ടാണ് ഹോമം ചെയ്യുന്നത്. എന്താ പുത്രൻ്റെ അർത്ഥം? എന്താണ് പുത്രൻ്റെ അർത്ഥം അല്ലെങ്കിൽ പുത്രിയുടെ അർത്ഥം? പൃഥുക്കളെ നരകത്തിൽ നിന്ന് ആരാണോ താത്രം ചെയ്യുന്നത്, നരകം എന്ന് പറഞ്ഞ് മുമ്പ് പറഞ്ഞാണ് നരകം. എന്ത്? തൻ്റെ ധർമ്മത്തിലല്ലാത്തിൽ ചെന്ന് ലയിച്ചു നിൽക്കുന്ന ഏത് ഒന്നുണ്ടോ അതിനെ അവിടുന്ന് താത്രം ചെയ്ത് പുറത്താക്കുന്നവനെ എന്ത് വിളിക്കണ്ടേ? പുത്രൻ അല്ലേ. അവൻ്റെ ധർമ്മം എവിടെ കിട്ടുള്ളൂ? ഗുരുവിൻ്റെ അടുത്തേ കിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ മച്ചിലോട്ട് ഭഗവതി എടുത്തോ എന്താ പറയുക ഇവിടെ നിൽക്കുന്ന ആരത്തേക്കും പറഞ്ഞിട്ട് കിട്ടുമോ? ഇല്ല. അയ്യപ്പനെ പോലും സഹിച്ചിട്ടില്ല അത്. ഈ കർമ്മഗതി മാറ്റാനാണ് അന്ധവിശ്വാസം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഗുരുവിന് നല്ലോണം പ്രാർത്ഥിക്കണം. മരിച്ചത് ആരാണ്? തൊട്ട അയൽവാസിയാണ്. എന്താ പോയാ ഇന്നലെ വരെ എന്നാളെ രാഘവട്ടാൻ കൊണ്ട് വിളിച്ച് നമ്മുടെ കൂടെ നടന്ന ആളാണ്. നമ്മളവിടെ പോകണം. എന്താ കുഴപ്പം? കുഴിവെട്ടാൻ നിൽക്കണം. നമ്മൾ അയാൾക്ക് വേണ്ട കുഴി ഇറക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, ആ ജീവൻ എന്താണോ കിട്ടേണ്ട ഗുരുവെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കണം. അതിൻ്റെ എന്തെങ്കിലും ഗുണം അയാൾ കിട്ടില്ലേ? കിട്ടും. അതിന് പകരം ഞാൻ എന്താ ചിന്തിക്കണം? തൊട്ട എൻ്റെ പുണ്യം പോകും. ഇല്ലാത്ത സാധനം എങ്ങനെ പോകണം? നിങ്ങളുടെ പോവും? ഇല്ലല്ലോ, നിങ്ങളുടെയിലെ പുണ്യം ഉള്ളതും കൂടി അവരുടെയും കൂടി പോവും. നിങ്ങൾക്കേ ഇല്ല. നിങ്ങൾ എന്ത് പുണ്യം പോകണം? നിങ്ങളുടെ വെറുതെ പൊട്ടത്തരം പറയണം. അപ്പം ഇത് കാണുന്നവരെന്താ നോക്കുക? ഇതേതാശ്രമം? ശാന്തിയിരിക്കാൻ അവരിതൊക്കെ ചെയ്യും. എന്നാൽ നമുക്കൊന്ന് അവിടെ പോകാം. മറ്റെങ്ങനെയാണ്? നമ്മൾ ദൂരെ മാറുന്നത്. ആരാ മരിച്ചിരിക്കണത്? എൻ്റെ ചെറിയച്ഛനാണ്. എന്താ അവൻ വരാത്ത? അയ്യോ, അവർ ശാന്തികരിക്കും, അവരിതൊന്നും ചെയ്യില്ല. അതോടുകൂടി ഏത് പൊട്ടനാണത്? അത് ശാന്തി ആവും. ഇങ്ങനെ പൊട്ടന്മാരുണ്ടോ? ഗുരുവിനെ ഇനി പറയാത്ത ഒന്നുമില്ല അവിടെ വെച്ചിട്ട്. ഇങ്ങനെ ചെയ്യിപ്പിക്കൽ. അവരുടെ ഇടയിൽ പോയി നിൽക്കണം, അവരുടെ ഇടയിൽ നമ്മൾ പ്രവർത്തിക്കണം. കാരണം സമൂഹത്തിൽ നമ്മൾ നോക്കൂ, ഈ യേശുവിൻ്റെ പരമ്പര എങ്ങനെയാണ് വലുതായത്? നിങ്ങളെ പോലെ പേടിച്ചോടിയിട്ടാണോ? ആണോ? അവർ സിംഹക്കൂട്ടി കിടന്ന് മരിച്ചിട്ടുണ്ട്, മുതലിടം വായിച്ചെന്ന് മരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി അവർ മരിച്ചത്? അവൻ്റെ ഗുരുവിൻ്റെ ആശയം ലോകത്തെത്തിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഗമക്കിയിരിക്കുന്നത്. അവർ വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായിരുന്നു? ഞാനും ഭരതേട്ടനൊക്കെ കാണുമോ? ഒരിക്കലും കാണില്ല. ഞാൻ ചേരരാജാവിൻ്റെ കൂടെയാണ്. ഇദ്ദേഹമൊക്കെ ഇവിടുത്തെ സാമുദ്ര രാജാവിൻ്റെ കീഴിലാണ്. ഞങ്ങൾ ബന്ധശത്രുക്കളാണ്. പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണ് അല്ലേ? കൊച്ചി രാജാവും സാമുദ്ര രാജ്യം പൊരിഞ്ഞേട്ടിയാണ്. അവർ വന്നിട്ടാണ് ഇതിനെയൊക്കെ അടിച്ചു നിരത്തി ഒരു രാജ്യമാക്കി തിരിച്ചു തന്നു. അതിൻ്റെ ത്യാഗമൊക്കെ ഇവിടെ കോൺഗ്രസ്സുകാർക്ക് അംഗീകരിക്കില്ല. അവരിൽ ആളുണ്ടാക്കും ഇവിടെ കടന്നിട്ട്. ഇത് ദൈവത്തിൻ്റെ ഒരു നിശ്ചയവും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഒരു കർമ്മത്തിൻ്റെ വശം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരുടെ കൂടെ ഇറങ്ങി പ്രവർത്തിക്കണം. അവർ എത്ര കഷ്ടപ്പെട്ടു. എന്നിട്ട് അവരുടെ പരമ്പരയിൽ ഇന്ന് ലോകം മുഴുവൻ എത്തിയില്ലേ? നമ്മുടെ ഇത് കണ്ടിട്ട് പകുതി പേര് പോയി. ഇവിടുത്തെ പെൺകുട്ടികൾ പകുതി പേര് പോകാൻ കാരണം അതാണ്. ഇവിടുന്ന്
ഇവിടെ ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ തൊടായിരിക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, അവിടെ നിൽക്കാൻ പാടില്ല, അവിടെ പോകരുത്, ഇങ്ങനെ കയറുത്, ഈ ഗേറ്റിൽ കൂടെ കയറുക, ആ ഗേറ്റിൽ കൂടെ പോരുത്, അങ്ങനെ വരുത്, ഇങ്ങനെ വരുത്, പ്ലേറ്റ് എടുക്കരുത്. പെണ്ണാക്കാണ്, ഇതൊന്നും ഗുരു പറഞ്ഞിട്ടില്ല, ഇതൊക്കെ ഇവിടുത്തെ പൊട്ടന്മാർ പറഞ്ഞുണ്ടാക്കിയിട്ടില്ല. ദൈവം ഒന്നേ പറഞ്ഞുള്ളൂ, നീ എന്നെ വിശ്വസിക്കണം. ഏതവസ്ഥയും നീ എന്നെ വിശ്വസിച്ചോളൂ. അന്ധമായി വിശ്വസിക്കാൻ പഠിക്കണം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലത്തെ സംശയങ്ങൾ വരും. മരിച്ച വീട്ടിലെ കുളിക്കണോ, ഇങ്ങോട്ട് കയറാൻ പാടുമോ, വീട്ടിനുള്ളിൽ കൂടെ കയറി എന്താ കുഴപ്പം, അല്ലേ? അവിടെ ഗുരുവിൻ്റെ ഓങ്കാരം വെച്ചിട്ടുണ്ട്. എന്താ, ഞാൻ ഒരാളുടെ മരണം വീട്ടിൽ പോയാൽ ശക്തി പോണ ഓങ്കാരമാണോ എൻ്റെ വീട്ടിലിരിക്കണം? ഈ ബ്രഹ്മസ്വരൂപനായത് ഈ ഭൂമിയിൽ നിന്ന് പോലും ബ്രഹ്മത്തിൽ കാണാൻ പറ്റില്ല. അവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശക്തിവിശേഷം കൊണ്ടാണ് ബ്രഹ്മത്തിൻ്റെ സംഭവിക്കണം. അതൊരു സൂക്ഷിപ്പിൻ്റെ വശമാണ് ഗുരു പറഞ്ഞത്. അത് മനസ്സിലാക്കാതെ അത് ജനങ്ങളുടെ ഇടയിൽ നമ്മളൊരു എന്താ പറയുക, അത് കൊച്ചു കുട്ടികളുടെ ഉള്ളിൽ പോലും ഈ വിഷം കയറ്റി വെച്ചിരിക്കുക. ഇത് മാറ്റിയെടുക്കണം. എന്നാൽ ഞാൻ ശുദ്ധി വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കുളിക്കണം, വൃത്തിയായി നല്ല വൃത്തിയായി കുളിച്ചോ, അതിനെന്താ കുഴപ്പം? കുളിക്കണം. പക്ഷെ അതിൻ്റെ കാര്യം ഇതാണ്. അല്ലാതെ ഗുരുവിന് അശുദ്ധി ഉണ്ടാവും, എൻ്റെ വീട്ടിൽ ഓങ്കാരത്തിന് അശുദ്ധി ഒന്നും വിശ്വസിക്കരുത്. എൻ്റെ ശരീരത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും അണുക്കൾ ഉണ്ടെങ്കിൽ അത് പോകണം. ഒന്ന് നല്ലോണം വെള്ളം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കുളിക്കുമ്പോൾ വേറെ കാര്യം ചെയ്യണം, ആ പേഴ്സിൽ കൊണ്ടുപോയ പൈസയൊക്കെ കളയണം, മൊബൈൽ കളയണം. മൊബൈൽ അവിടെ ചത്ത വിട്ട് പോയതല്ലേ, മൊബൈൽ വെള്ളത്തിൽ ഒറ്റ മുക്ക്, ചുടുവെള്ളത്തിൽ മുക്കുകയാണ് നല്ലത്. അതൊന്നും സംഭവിക്കില്ല. അല്ല, ഞാൻ കണ്ടു ഒരു വീട്ടിൽ അങ്ങനെ കാണിക്കുന്നുണ്ട്. അവർ ഈ പേഴ്സ് മൊബൈൽ എല്ലാം കൂടെ എടുത്ത് ഭാര്യയെ കൊടുക്കും, ഭാര്യയോടെ വെച്ചോ, എന്നിട്ട് അവർ വെള്ളം തെളിച്ചിട്ട് അതിനെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. അപ്പം അതിന് അശുദ്ധിയില്ലേ? ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ട് പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട മരണം എന്ന് പറഞ്ഞാൽ ഈ ബോധമാറ്റമാണ്. ഈ ശരീരം എന്ന് ബോധത്തിന് വേറൊരു ബോധത്തിൽ പോകും. ചിലവർ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ വേറെ ബോധത്തിലെത്തും. അവർ ജ്ഞാനികളാണ്. അവർക്ക് എപ്പോഴാണ് ഈ ശരീരത്തും പുറത്തേക്കും പോലെയും ഈ മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിക്കാനുള്ള ശേഷിത്വം അവരുടെ ജീവന് കിട്ടും, ഈ 5 കോശങ്ങൾക്ക് അപ്പുറത്ത് പോയിട്ട്. അത് ജ്ഞാനികൾ. ക്ലിയർ ആണല്ലോ? ഇനി സംശയമൊന്നുമില്ലല്ലോ. ഇനി മരിച്ച വീട്ടിലൊക്കെ പോകണം ധൈര്യത്തോടെ, കേട്ടോ. ഇനി പേടിയുണ്ടെങ്കിൽ കുറച്ച് ഭസ്മം കയ്യിൽ വെച്ചു, ഇനി നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ. അത്രയേ ഉള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരുവേശ. സ്വാമി, ഒരാളെ പ്രകാശൻ ചണ്ടിയാൾ ആശംസ.